നമ്മുടെ ഉള്ളി ദോശ, ഉള്ളി, അരിമാവ്, ഗോതമ്പ് മാവ്. നമ്മളൊരു മരണത്തിനൊക്കെ പോയിട്ട് വന്നത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഒരു അനിയത്തിൻ്റെ ഹസ്ബൻഡ് മരിച്ചു. ലോറി ഡ്രൈവറാണ്. ലോറി നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ മരിച്ചു. ലോറി നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ദോശ പൊട്ടി നോക്കാണ്ട് എടുത്ത് വിശന്നിട്ട് വയ്യാത്തതുകൊണ്ടേ. അപ്പം ലോറി ഡ്രൈവർ ആയിരുന്നു അവൻ. ചാലക്കുടി ഭാഗത്ത് വണ്ടി നിർത്തിയിട്ട് ഭാര്യേനെ വിളിച്ചിട്ടുണ്ട്. രാവിലെ 7 മണിക്ക് വിളിച്ച് സംസാരിച്ചു. അതിനുശേഷം എന്തായി, നെഞ്ചുവേദന വന്ന എന്താണോ ഒന്നും അറിയില്ല. ദിവസം വീട്ടിൽ വരുമായിരുന്നു. ലോഡ് ഇറക്കിയിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ദിവസം വീട്ടിൽ വരുമായിരുന്നു. പിന്നെ എന്താ പറയുക, വീട്ടിൽ വന്നില്ല. അന്ന് വരില്ല, വൈകുമെന്ന് പറഞ്ഞു. രാവിലെ ഭാര്യേനെ വിളിച്ചതിന് ശേഷം എന്താണെന്ന് അറിയില്ല എന്ത് പറ്റിയെന്ന്. പോകുമ്പോൾ ചായയൊക്കെ കുടിച്ച് വീട്ടിൽ നിന്ന് നേരത്തെ പോയതാണ്. വരാൻ വൈകുമെന്നും പറഞ്ഞിട്ട് പോയി. പിന്നെ അവൻ വന്നില്ല. അവൻ ലോറിയിലെ ഫോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുന്ന ശബ്ദം വേറെ. റോഡിൻ്റെ അടുത്ത് ഇങ്ങനെ ആൾക്കാർ കേട്ടാണ് അവനെ ശ്രദ്ധിച്ചത്. എന്താ ലോറിനകത്ത് ഫോൺ അടിക്കണ്ടല്ലോ, എടുക്കുന്നില്ല എന്ന് നോക്കി ആൾക്കാർ ശ്രദ്ധിച്ച് അവൻ അറ്റാക്കായി മരിച്ചു കിടക്കുക. ഫോൺ അവിടെ ഇങ്ങനെ ചാരി കിടക്കണമെന്ന്. പിന്നെ അവൻ വേഗം ആൾക്കാരെല്ലാവരും കൂടി തൃശ്ശൂർ കൊണ്ടുപോയി. മെഷീനിൽ കൊണ്ടുപോയപ്പം അവർ മുളങ്കുന്നത്ത് കൊണ്ടുപോകാൻ പറഞ്ഞ് അവരോട് പോയി. രക്ഷപ്പെട്ടില്ല, ആൾ പോയി. പിന്നെ ഓണറൊക്കെ വന്ന് ഇവരെല്ലാവരും കൂട്ടി വീട്ടിൽ വന്ന്, അവൻ്റെ ഓണർ നാട്ടിൽ വന്ന് പറഞ്ഞ് ഇവിടെയൊക്കെ എല്ലാവരും കൂട്ടി ഓണർ പോയി. അങ്ങനെ മുളങ്കുന്നത്ത് കൊണ്ടുപോയി പെങ്ങളൊക്കെ കാണിക്കുമ്പോൾ എന്താ മോർച്ചറിയിൽ അങ്ങനെ രക്ഷപ്പെട്ടില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല, മരിച്ചു. അപ്പം നമ്മൾ മരിപ്പിനൊക്കെ പോയി വന്നിട്ട് ഇപ്പോൾ ചോറൊന്നും വെച്ചില്ല. അപ്പോൾ കുറച്ച് ഗോതമ്പ് ഉള്ളി ദോശ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് വിശന്നിട്ട് വയ്യ. അപ്പം ഞാൻ വേഗാത്ത മുമ്പ് എടുത്തത് കൊണ്ട് പൊട്ടിയതാണേ. ഇത് പൊട്ടിയിട്ടില്ല. ഇത് ഷേപ്പൊന്നും നോക്കണില്ല. ഞാൻ നല്ല ഷേപ്പിലൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. ഇപ്പോൾ എനിക്ക് വയ്യാത്തതുകൊണ്ട് വിശപ്പും സമയം കഴിഞ്ഞ്. അപ്പോൾ നമുക്ക് വേഗം കഴിക്കാമെന്നുള്ളതിൽ സാമ്പാറുണ്ട്. അപ്പോൾ വേഗം നമുക്ക് കഴിക്കാമെന്ന് ഓർത്തിട്ട് അപ്പോൾ നമുക്കിപ്പോൾ കുറച്ചുകൂടി ദോശ. ഓരോരുത്തരുടെ ഓരോ അവസ്ഥകൾ ഇന്ന് കണ്ടവരിഞ്ഞ് നാളെ കാണാൻ പറ്റുന്നില്ല അല്ലേ? അത്രയേ ഉള്ളൂ. അതാരും മനസ്സിലാക്കുന്നില്ലല്ലോ. മനുഷ്യന്മാർ മനസ്സിലാക്കുന്നുണ്ടാവും. മനുഷ്യന്മാർ കാണുമ്പോൾ ചിരിയും കളിയും പരിഹാസവും അല്ലെങ്കിൽ കളിയാക്കലും, എങ്ങനെയാണ് നശിപ്പിക്കണേ, എങ്ങനെയാണ് പോണേ, എങ്ങനെയാണ് നശിപ്പിക്കേണ്ട വഴികൾ, അങ്ങനെ പലതും അല്ലേ. അങ്ങനെ അപ്പോൾ അപ്പോൾ കുറച്ച് അരിമാവ് എടുത്ത് കുറച്ച് ഗോതമ്പ് മാവ് പെട്ടെന്ന് കലക്കി കുറച്ച് ഉള്ളിയൊക്കെ നൈസാക്കി അരിയണമായിരുന്നു. ഞാനൊന്നും അരിഞ്ഞില്ല. നമ്മളൊക്കെ പെട്ടെന്ന് വലുതാക്കി തന്നെ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗോതമ്പ് ദോശ ചൂടാം. വല്ലാത്ത സങ്കടമാണ്. നമ്മുടെ ആ കുട്ടികൾ കരയിന് താങ്ങാൻ നമുക്ക് പറ്റുന്നില്ല. കരയിടിച്ചത് കണ്ട് എത്ര നേരം മരിപ്പ് വരുന്നവരെ കുട്ടികൾ അടക്കി പിടിച്ച് കരയായിരുന്നു. അവർ രണ്ടാമത്തെ മകളൊക്കെ അല്ലേ, അങ്ങനെ അടക്കി പിടിച്ച് കരയുക. കൊച്ച് സഹിക്കാൻ പറ്റില്ല. അങ്ങനെയാണ്. എന്താ ചെയ്യുക? അങ്ങനെ എത്ര നല്ല മനുഷ്യന്മാരെ പെട്ടെന്ന് പോകണം. അവനവൻ്റെ കാര്യം നല്ല ഡീസൻ്റായി. നല്ല കുടുംബം നോക്കുന്ന പയ്യനാണ്. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ സ്ഥലം മേടിച്ച് സ്വന്തമായി വീട് വെച്ച് അവർ തനിയെ മാറിയിരുന്ന് 2 പെൺകുട്ടികളായിട്ട് സുഖമായി കഴിയുകയാണ്. അതിന് ദൈവം വേഗം തട്ടിപ്പറിച്ച് കൊണ്ടുപോയി. നല്ലവർക്കൊന്നും കാലമില്ലല്ലോ. ദുഷ്ടന്മാർക്ക് കാലം, നല്ലവർക്ക് കാലമില്ല.
അപ്പോൾ നമുക്ക് വിശന്നിട്ട് വയ്യ. അപ്പോൾ ഫ്രിഡ്ജിൽ നമ്മുടെ സാമ്പാറുണ്ട്, എടുത്താൽ എടുത്തു, ഇല്ലെങ്കിൽ ഞാൻ ചായ കൂട്ടി കഴിക്കുക. മുട്ടയിട്ടിട്ടുണ്ട് കേട്ടോ, നമ്മൾ മുട്ടയിട്ടിട്ടുണ്ട്. നമ്മളങ്ങനെ വിറ്റാമിനൊന്നും അങ്ങനെയൊന്നും കഴിക്കണില്ല. അപ്പോൾ നമ്മളൊരു മുട്ടയൊക്കെ ഇട്ട് നമ്മൾ കുറച്ച് ഉള്ളി ദോശ ചൂടാ വെച്ചിട്ട് സമയത്തായി. ഇപ്പോൾ ചായ കൂട്ടി കഴിക്കുക. കുളിച്ച് നമ്മൾ കുളത്തിൽ അങ്ങനെ പോകാറില്ല, ശരി കുളത്തിലൊക്കെ പോയി. ഇന്നാൾ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ്. പിന്നെ കുറേ തുണികളൊക്കെ കഴുകിയിട്ട് വന്നു. നമ്മൾ ഇന്ന് പോയി കുളിച്ചൊക്കെ വന്നു. ഈ ദോശയൊക്കെ ചുട്ട് നമുക്ക് കഴിക്കണം. വയറ് മൂളുവാ വിശന്നിട്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കറുത്ത വാവ് ദിവസമാണ്. ഇന്ന് നമ്മുടെ കറുത്ത വാവ് വെളിയിടുന്ന ദിവസം. വെളിയിട്ടു. എല്ലാവരും കുളത്തിൽ പോയപ്പോൾ ഒരുപാട് ഫോട്ടോ എടുക്കണം വിചാരിച്ചു, ഫോണ് കൊണ്ടുപോയില്ല. അങ്ങനെ എല്ലാവരും നമ്മുടെ കുളത്തിൽ, എല്ലാ കുളങ്ങളിലും എല്ലാവിടെയും പോയി, തിരുവില്ലാമലയിലൊക്കെ ആൾക്കാർ പോകും. പക്ഷേ നമ്മുടെ മുമ്പിൽ കുളത്തിൽ എല്ലാം കുറേ അരിയും ഇതും നിലകളായി നിരന്നിങ്ങനെ വെച്ചിരിക്കുക കുളത്തിൻ്റെ സൈഡിലുള്ള. ഇപ്പം കുളത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചിരിക്കുക കുറേ ഇലകളുണ്ട്. ഇങ്ങനെ എത്ര ആത്മാവ് വന്നോ, എത്ര ആത്മാവ് പോയോ, അതൊന്നും അല്ല. നമ്മൾ മരിച്ചു പോയിട്ട് അവർ വന്ന് കഴിക്കുന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷേ നമ്മൾ നമ്മുടെ വിശ്വാസത്തിനെല്ലാം ചെയ്യുക അല്ലേ. എല്ലാവരും തിരുവല്ലാമലയിൽ പോവും, അച്ഛൻ്റെയും അമ്മൻ്റെയും കർമ്മങ്ങൾ പോയി ചെയ്തിട്ട് വരും അല്ലേ. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഞങ്ങളതുപോലെ ചെയ്യണം. എൻ്റെ അമ്മയ്ക്കൊക്കെ വെച്ച് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു തന്നെ. അപ്പോൾ ഇന്നത്തെ ഇങ്ങനെയായി. അവൻ പോയി സ്വർഗത്തിലേക്ക് പോട്ടെ. അവൻ്റെ ആത്മാവ്. 2 പെൺകുട്ടികൾ, ആ കുട്ടി ചെറിയ പെൺകുട്ടി ഇങ്ങനെ അടക്കി കരയണത് സഹിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു മോളെ ഒന്ന് പൊട്ടിക്കരയടാ എന്ന് പറയാൻ എനിക്ക് തോന്നി. അതായത് നമ്മളെല്ലാം അനുഭവിച്ച ആൾക്കാരാണ്, നമുക്കങ്ങനെ സഹിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ അങ്ങനെ. അപ്പം എനിക്ക് തോന്നി ആ കുട്ടി ഒന്ന് പൊട്ടിക്കരണമെങ്കിൽ മരിപ്പ് കൊണ്ടുവരുന്ന വരയ്ക്ക് ആ കുട്ടി അടക്കി പിടിച്ച് കരയുക. ശ്വാസം പുറത്ത് വരാണ്ട് ഇങ്ങനെ ഉള്ളിൽ കരഞ്ഞുകൊണ്ടിരിക്കുക. താങ്ങാൻ പറ്റില്ല ഇങ്ങനെ. അപ്പോൾ നമ്മുടെ ദോശ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദോശയും ചായയായിട്ട് നമുക്ക് കഴിക്കാം. നമ്മുടെ മുട്ടയിട്ടുണ്ട്, ഉള്ളി ദോശ, അരിമാവ് ലേശം ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ ഗോതമ്പും ഉള്ളി മുട്ട ചേർത്തിട്ടുണ്ട്. വിശന്നിട്ട് വയ്യ. അപ്പം അങ്ങനെ കഴിക്കാം.